ടീമോ ഗിയാൻഡോ സംവിധാനം ചെയ്ത് ബോബ് ഒഡേക്കർ ലീഡ് റോളിൽ വരുന്ന സിനിമയാണ് നോബഡി 2 എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെന്റ് ആയിട്ട് August 15 വെളിയിലും August 22 നമ്മുടെ ഇന്ത്യയിലും റിലീസായ ഈ സിനിമ. നോബഡിയുടെ സെക്കൻഡ് പാർട്ടാണ് നോബഡി 2. ഈ സിനിമ നല്ലൊരു ആക്ഷൻ അഡ്വഞ്ചറിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഫസ്റ്റും അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള അതേ ഒരു ജോണറിൽ തന്നെയാണ് ഈ സിനിമയും വന്നിരിക്കുന്നത്. സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ലീതൽ അസാസിൻ അദ്ദേഹത്തിന്റെ മിഷനുകൾക്കൊക്കെ ഇടയിൽ ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ഒരു ബ്രേക്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം ഫാമിലി ആയിട്ട് ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് വെക്കേഷന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ ഉള്ള ഒരു എംപ്ലോയി തൻ്റെ മക്കളോട്, എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ തൻ്റെ മകളോട് ചെറിയ രീതിയിൽ കൈവയ്ക്കും. ദേഹത്ത് കൈവയ്ക്കുക മീൻസ് അടിക്കും, തലയിലൊരു മേടൊക്കെ കൊടുക്കും. അപ്പം അത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇതാവുകയും അവിടെ നിന്ന് അദ്ദേഹം ഇത്രയും ശാന്തമായിട്ട് പോയിട്ട് ഒരു എൻജോയ് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാന്ത സ്വഭാവം വിട്ട് അദ്ദേഹം ടെമ്പർ തെറ്റിയിട്ട് അവിടുത്തെ എംപ്ലോയീസിനെല്ലാം അടിച്ച് പരിവാക്കും. അപ്പോൾ നോബഡി ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം ഈ പുള്ളിക്കാരൻ ആരാണ് എന്താണ് എന്നൊക്കെ. അപ്പോൾ നോബഡി ഫസ്റ്റ് കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടതിന് ശേഷം ഈ സിനിമ കാണുക. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആ ഒരു എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഈ അടിക്ക് ശേഷം പിന്നെ അവിടെയുള്ള ഒരു ലോക്കൽ ഗാങ്സ്റ്ററുമായിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുകയും അവിടെ നിന്നാണ് സിനിമ ഇതിലേക്ക് വരുന്നത്. ഇപ്പോൾ ഫാമിലീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെയാണ് സിനിമ പോകുന്നതെങ്കിലും ഓവറോൾ ഇതൊരു നോർമൽ ആക്ഷൻ ഫിലിമാണ്. നമുക്ക് ജോൺ വിക്കുമായിട്ട് അങ്ങനെയുള്ള ഇതായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നോബഡിയുടെ അതേ തന്നെയാണ്. അതായത് ഈ ആൾ ആരാണ്, ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ ഫാമിലി മാൻ ആയിട്ട് വരുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ഒരു ഗാങ്സ്റ്ററിലേക്ക് അവർക്ക് ഒരു തിരിച്ചടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്കും അതന്നെയാണ് ഈ സിനിമയിലും വരുന്നത്. പക്ഷെ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളും അതുപോലെ തന്നെ അത്യാവശ്യം കോമഡി മിക്സ് ചെയ്തിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഇതിലെ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ അവർ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാനും നല്ല രസമുണ്ട്. മൊത്തത്തിൽ ഫസ്റ്റ് സിനിമ ഇഷ്ടമായവർക്ക് നോബഡി 2 എന്തായാലും ഇഷ്ടമാവും. അതിനുള്ള എല്ലാ സാധനങ്ങളും ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാ ലീഡ് ക്യാരക്ടേഴ്സും അവരുടേതായ രീതിയിൽ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് സൈഡ്സ് ആയിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗോറ് ഈ സിനിമയിൽ ഉണ്ട്, ഫൈറ്റിംഗ് സീൻസിന്റെ ഇടയിലൊക്കെ. പിന്നെ ഇതുപോലത്തുള്ള മൂവി റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആൾറെഡി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു. നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എൻ്റെ ചാനലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അധികം വ്യൂസ് ഒന്നും കിട്ടാതെ, പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ട്, അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു സിനിമ എന്തായാലും കണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുടെ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അധികം വ്യൂസ് പോയില്ല. അപ്പൊ ഞാൻ ആ സിനിമയുടെ ഡീറ്റെയിൽസ് ഈ ഇതിലെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷന്റെ താഴെ ആ വീഡിയോ കാണും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ക്രെഡിറ്റ്സിന്റെ ആ ഒരു ടൈമിൽ ഈ വീഡിയോ റെക്കമെൻഡേഷൻസ് ആയിട്ട് വരും. സോ ആ വീഡിയോ എന്തായാലും കണ്ടിരിക്കുക. ഇതിൽ പോലെ തന്നെ ഒരു കിടിലനായിട്ടുള്ള ഒരു ആക്ഷൻ, അതുപോലെ തന്നെ അഡ്വഞ്ചർ ആൻഡ് ഈ വേൾഡ് എൻഡ് കഴിഞ്ഞിട്ടുള്ള ഒരു സിനാരിയോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു കിടിലൻ സിനിമയാണ്. അത് കാനഡയിലാണ് ആക്ച്വലി അതിന്റെ ഒറിജിൻ. അതുകൊണ്ട് അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. പക്ഷെ നല്ല ഒരു കിടിലൻ ത്രില്ലർ അതുപോലെ തന്നെ ആക്ഷൻ പാക്ഡ് മൂവിയാണ്. അത് തുടക്കത്തിൽ തൊട്ട്, അതായത് തുടക്കത്തിൽ ആ സീന് തൊട്ടിട്ട് നമ്മളെ എൻഗേജിങ് ആക്കി ഇരുത്തുന്ന ഒരു സിനിമയാണ്. അപ്പം അതെന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ആ സിനിമ എടുത്ത് കാണുക. അതുപോലെ തന്നെ നോബഡി ഇവ തിയേറ്ററിൽ വന്നിട്ടുണ്ട്, അതും പോയി കണ്ട് എൻജോയ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.